ഈ കുറക്കുന്ന സംഖ്യ സത്യത്തിൽ അയാളുടെ ലാഭമായിരിക്കും. ഒരു വിഭാഗം മാത്രം നികുതി പണം കൊടുക്കുക, ഒരു വിഭാഗം അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റുക. പാവം കച്ചവടക്കാരന് അവന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ടെൻഷനായിട്ടുള്ള ഒരു ജോബാണ് കച്ചവടം എന്നുള്ളത്. ഭർത്താക്കന്മാരറിയാതെ പല സാധനങ്ങളും ഒരു ഓർഡർ ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാ, ഇന്നും ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്ന ബഹുമാനീയ സാറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും സാർ. നമ്മൾ പല വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തു പോരുന്നത്. അവിടെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അവിടെ ബിസിനസ്സുകാർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആൻഡ് വാട്ട് ആർ ദ സൊല്യൂഷൻ എന്നുള്ളൊരു മേഖലയിലേക്ക് എത്തുന്നു. അപ്പം അതിന് മുന്നോടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ബിസിനസ് എന്ന് പറയുന്നത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചതാണ് കച്ചവടങ്ങൾ. പല നബിമാരും കച്ചവടക്കാരായിരുന്നു. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല കച്ചവടത്തിന് എന്നും ഒരു മഹത്തായ മതത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്. എല്ലാ കാലത്തിലും അതിലൊരു കുറവൊന്നും വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു കച്ചവടം ചെയ്യുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്, അഭിനന്ദനാർഹമാണ്. അത് വിജയിപ്പിക്കാൻ വേണ്ട പരിശ്രമങ്ങൾ ബിസിനസ് നടത്തുന്ന ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. പക്ഷേ പലപ്പോഴും എവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അവരിലോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലോ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മൾ മുമ്പ് അതിൻ്റെ ഒരു വേറൊരു മേഖല ചർച്ച ചെയ്തിട്ടുണ്ടെന്ന്, ബിസിനസ് മാൻ ഈസ് എ ബിസി മാൻ എന്ന് സ്വാഭാവികമായിട്ട് പറയാറുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി നോർമലി നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് ആളുകൾ പറയണമെന്ന് സൂചിപ്പിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ബിസ്മില്ലാ. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുക എന്നുള്ളത് ഒരു ജിഹാദാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ പല കച്ചവടക്കാരുടെയും മുഖങ്ങളിൽ നമ്മൾ ദർശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു തരം മ്ലാനതയാണ്, നിരാശ. പലരും വെറീഡാണ്. അപ്പോൾ അവർ വെറീഡാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കൂടെയാണല്ലോ നമ്മളും ജീവിക്കുന്നത്. അവരുടെ ഒരു പ്രയാസം നമ്മുടെ കൂടി പ്രശ്നമാണ്. ഇവിടെ കച്ചവടക്കാരെ മനസ്സിലാക്കാൻ പലർക്കും സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഏതൊരു കച്ചവടക്കാരനും കച്ചവടം തുടങ്ങാൻ വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഇറക്കിയിട്ടുണ്ടാവും. ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കിയിട്ട് പിന്നീട് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ. കാരണം അവിടുന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിത ഉപാധിയില്ല എന്നുള്ള ഒരു ഫീൽ അവർക്കുണ്ട്. അല്ലെങ്കിൽ ഇനി പുതിയ ഒരു സംരംഭത്തിന് ഇവിടുന്ന് ഞാൻ പൈസ ഉണ്ടാക്കും, അതുകൊണ്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ തള്ളി നീക്കുന്ന കഷ്ടപ്പെടുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട്. അവരൊരുപാട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരുമായിട്ട് ലൈവായി നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്കത് ബോധ്യമാകുന്നത്. ഒന്ന്, അനാരോഗ്യപരമായ ഒരു മത്സരം. നമ്മളെ കേരളക്കാരിൽ പ്രത്യേകിച്ച് നമ്മൾ മുമ്പ് എപ്പിസോഡിൽ സൂചിപ്പിച്ചാണ്, ഒരാളൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സമാനമായിട്ടുള്ള ഷോപ്പുകൾ അതേ പ്രോഡക്റ്റ് തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നേരെ അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഒരാൾ ലാഭം കിട്ടുന്നത് കാണുമ്പോഴാണ് ഈ ഒരു അസൂയ അല്ലെങ്കിൽ ഈ ഒരു ചിന്ത ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും അടുത്ത കച്ചവടക്കാരന് അത് പൂട്ടേണ്ട ഗതികേട് വരികയാണ്. അപ്പോൾ മത്സരങ്ങൾ ഹൈറാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അനാരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങൾ ഇതവരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട്. കാരണം ഞാൻ ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്, അപ്പോൾ ഇവിടെ അതുപോലെ വേറൊരു സംരംഭം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ആ പ്രദേശത്തിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു സംരംഭം അയാൾ തുടങ്ങി ഒന്ന് മെച്ചപ്പെട്ട് വരുന്ന സമയത്ത് തന്നെ സമാനമായിട്ടുള്ള പ്രോഡക്റ്റ് വെച്ച് അതേ ഷോപ്പ് അപ്പുറത്ത് തുടങ്ങുമ്പോൾ അവിടെ കച്ചവടം കൂടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നമൊന്നുമില്ല. കാരണം ഒരു മാർക്കറ്റിലാവുമ്പോൾ അത് സ്വാഭാവികമാണ്. എന്നാൽ ആ ഒരു സ്കോപ്പ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് അതേ കച്ചവടം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അതവരുടെ പിരിമുറുക്കം വർദ്ധിപ്പിക്കും. പിന്നെ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആവുന്ന സമർപ്പണ ബുദ്ധിയോടുകൂടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ കച്ചവടത്തിൽ നിന്ന് ലാഭം നേടാൻ പറ്റുള്ളൂ. കാരണം 24 hours തന്നെ വേണമെങ്കിൽ പറയാം. കച്ചവട സ്ഥലത്ത് നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാലും ആ സ്റ്റോക്ക് എങ്ങനെ വർദ്ധിപ്പിക്കണം, അടുത്ത ദിവസം കടം കൊടുത്ത പൈസ എങ്ങനെ തിരിച്ചു വാങ്ങണം, ഇതൊക്കെയാണ് കച്ചവടക്കാരുടെ ചിന്ത.
അതുകൊണ്ട് തന്നെ അവരുടെ ദാമ്പത്യം പരാജയപ്പെടുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ടെൻഷൻ പേറിക്കൊണ്ട് ഒരാൾക്ക് ദാമ്പത്യം നടത്താൻ പറ്റൂലല്ലോ. അപ്പോൾ കച്ചവടക്കാരൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ മുഖവിലക്കെടുക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ പിരിവിനൊക്കെ ചെല്ലുന്ന ആളുകൾ എല്ലാവരും ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുന്ന അവരുടെ അടുത്താണ്. വലിയ ഭീമമായ സംഖ്യ വാടക കൊടുക്കേണ്ട കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാരൻ ആ 1-ാം തീയതി കാത്തു നിൽക്കുകയാണ്, സമയമാവാം. എന്നാൽ ആ വാടക കൂട്ടുക എന്നല്ലാതെ കുറച്ച് കൊടുക്കൂലല്ലോ. പലരും എന്നോട് പേഴ്സണലായി സംസാരിച്ച അനുഭവം എനിക്കുണ്ട്. അതങ്ങനെ ഏതായാലും തുടങ്ങിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, വേറൊന്നും തുടങ്ങാനുള്ള കഴിവില്ല, പഠിച്ചിട്ടുമില്ല. അപ്പോൾ ഇതിങ്ങനെ തള്ളി നീക്കുകയാണ്, ഒന്നും കിട്ടില്ല. വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സത്യത്തിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് അത് ഫുൾ ലാഭമാണ് അല്ലേ. ചില ആളുകൾ സാധനങ്ങൾ വാങ്ങിപ്പോകും, ലാഭം വളരെ മിനിമം ആയിട്ടാവും അവരെടുത്തിട്ടുണ്ടാവുക. ആ മാർജിൻ വളരെ കുറച്ചിട്ടായിരിക്കും കച്ചവടം ചെയ്തിട്ടുണ്ടാവുക. ആ സാധനം പിന്നെ കൊടുത്ത് പിന്നെ പൈസ നമ്മളുടെ വക ഒരു കുറക്കലുണ്ട്. ഈ കുറക്കുന്ന സംഖ്യ സത്യത്തിൽ അയാളുടെ ലാഭമായിരിക്കും. ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അയാളെ പരിചയപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹോട്ടലിൽ ഞങ്ങൾ ഓഫർ കൊടുക്കാറുണ്ട്. ഈ ഓഫർ കൊടുക്കുന്നത് ഒരു പൈസ ലാഭമില്ലാതെയാണ്. അന്ന് ഒരുപാട് കച്ചവടം നടക്കുള്ള സത്യമാണ്. പക്ഷെ ഒന്നും ഞങ്ങൾക്ക് എടുത്തു വെക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി, അവരുടെ കച്ചവടം എന്നുള്ള ആ സ്ഥാപനം പൂട്ടാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ചില ഗിമ്മിക്കുകളാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർക്കും ജീവിക്കണ്ടേ? അപ്പോൾ അവരെയും നമ്മൾ പരിഗണിക്കേണ്ടതില്ലേ? അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. കടം വാങ്ങിയിട്ട് പിന്നെ ആ ഷോപ്പിൽ ചെല്ലൂല. അല്ല, അവർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. സ്ഥിരമായിട്ട് സാധനം വാങ്ങിയിട്ട് പിന്നെ കടം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? ആ ഭാഗത്ത് പോകാതെ വേറെ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ പറ്റിന് വേണ്ടി ബുക്ക് വെച്ചിട്ട് ആ പറ്റോടുകൂടി മരണപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. ഇതിനെ സംബന്ധിച്ച് ശരിക്കും ജനങ്ങളെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ സഫിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്നുണ്ടാവും. ഇവൻ്റെ കടം വീട്ടിയിട്ടില്ല. ആ പാവം കച്ചവടക്കാരന് അവൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും അവൻ കൊടുക്കാതിരിക്കുകയാണ്. ഇതൊക്കെ അവർ നേരിടുന്ന വലിയ പ്രതിസന്ധികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിസിനസ് രംഗത്തുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു സംസാരം അവരായിട്ട് നടത്തുമ്പോഴാണ് അവരെത്രമാത്രം ടെൻഷനും സംഘർഷങ്ങളും അനുഭവിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും ഇത്തരക്കാരെ കാണാറുള്ളത് അവർ റിച്ച് ഫാമിലിയാണ്, നല്ല റോയൽ ലൈഫ്, രാജകീയമായ ജീവിതം നയിക്കുന്നവരാണ്. ഓർക്ക് എന്താ കുറവ്? ഓൻ്റെ അടുത്തൊക്കെ ധാരാളം ക്യാഷ് ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിലാണ് പലപ്പോഴും കാണുക. നാട്ടിലെ എല്ലാ കടവും വീട്ടേണ്ട ആൾക്കാർ ആയിരിക്കും. ഇപ്പോൾ നാട്ടിലെന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കട മാത്രമല്ല, ഒരു ചികിത്സാ ഫണ്ടാവട്ടെ, മറ്റുള്ള ഇതിനൊക്കെ ഒരു ഭീമമായ സംഖ്യ. അതിന് പുറമെ അധികാരികളായ ആളുകളുടെ പല യാത്രകളും, അല്ലെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട, മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട, രാഷ്ട്രീയപരമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കളക്ഷനുകൾ വേറെ. ഇങ്ങനെ എല്ലാ നിലക്കും ആളുകൾക്കൊരു ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ബിസിനസ്സുകാരായിട്ട് എപ്പോഴും കണക്കാറ്. അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? സ്റ്റേബിളാണോ? കടത്തിലാണോ പോകുന്നത്? ഞാനിപ്പോൾ അവനോട് ചോദിച്ചാൽ അവൻ തരും. പക്ഷേ ആ തരുന്നത് എവിടെ നിന്നാണ് എന്ന് അന്വേഷിക്കാൻ പലപ്പോഴും നമ്മളാരും എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കച്ചവടക്കാരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. എല്ലാ കച്ചവടക്കാരും ഒരേ തരത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജീവിക്കാൻ വേണ്ടി ഏറെ പ്രയാസപ്പെട്ട് തൻ്റെ ഒരു സംവിധാനമല്ലേ ഇത്, ഞാൻ തുടരേണ്ടതല്ലേ, ഇത് നിർത്തിപ്പോയാൽ വേറെ എന്താണ് എൻ്റെ മുന്നിൽ എന്ന് കണക്കാക്കി മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെ മുന്നിലുള്ള ഓരോ കച്ചവടക്കാരെക്കുറിച്ചും വ്യക്തമായി ഒന്ന് പരിശോധിച്ചിട്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ അവരോട് ഇടപഴകാൻ, നമ്മളോടുള്ള ഒരു എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പും അതേപോലെ തന്നെ നമ്മൾ ആവശ്യങ്ങളൊക്കെ ചോദിക്കുന്നതും അവരെ ഒന്ന് ആദ്യം മനസ്സിലാക്കിയിട്ടാവണം എന്നാണ് പറയുന്നത്. നമ്മൾ അധ്യാപകർ സാധാരണ പ്രൊഫഷണൽ ടാക്സ്, ഇൻകം ടാക്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? റിട്ടയർഡ് അധ്യാപകരും ഒക്കെ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ടാക്സ് എന്നുള്ളത് നമുക്ക് മാത്രമുള്ളതല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം GST, അതുപോലെ സെയിൽസ് ടാക്സ്, അതുപോലെ പഞ്ചായത്തിൻ്റെ ടാക്സ്, അതുപോലെ ലൈസൻസ് പുതുക്കാനുള്ള ടാക്സ്, ഇങ്ങനെ ഒരുപാട് ടാക്സിൻ്റെ
ഒരു കൂമ്പാരം. ഈ കണക്കുകൾ കൃത്യമായി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവർ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കച്ചവടത്തിന് ആളുകൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളാണ്. ടാക്സ് എന്നുള്ളത് ഭീമമായ സംഖ്യയാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ ഇന്ന് ആളുകൾ ചെയ്യുന്നത് ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് അല്ലേ. ഈ വാടക കൊടുത്ത് ഒരു കച്ചവടം നടത്തുമ്പോൾ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം, ഇനി വൈഫൈ അതിൻ്റെ സംവിധാനം അത് കൊടുക്കണം, ജീവനക്കാരനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശമ്പളം കൊടുക്കണം. ഇതൊക്കെ തന്നെ കൊടുക്കണമെങ്കിൽ വരവ് വേണ്ടേ അല്ലേ. ഒരു 10 ജീവനക്കാരൻ ഒരു ഷോപ്പിലുണ്ടെങ്കിൽ ആ 10 ജീവനക്കാർക്ക് സാലറി കൊടുക്കണ്ടേ, അത് എണ്ണി കൊടുക്കണ്ടേ, അത് അയാളുടെ കയ്യിൽ കിട്ടണ്ടേ. ആളുകൾ കടം വാങ്ങി പോയ പൈസയാണെങ്കിൽ ഇയാൾ എവിടുന്നാ കൊടുക്കുക? ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? സത്യത്തിൽ വലിയ ഒരു ടെൻഷനായിട്ടുള്ള ഒരു ജോബാണ് കച്ചവടം എന്നുള്ളത്. കാരണം അവർ ഓരോ ദിവസവും അവിടെ സാധനങ്ങൾ വിൽക്കണമെങ്കിൽ വിൽക്കാനുള്ള സാധനം വാങ്ങി കൊണ്ടുവരണം. കൊണ്ടുവന്ന സാധനം പലരും കടം വാങ്ങി ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ പുതിയ സാധനം ഇറക്കണമെങ്കിൽ കയ്യിൽ പൈസ വേണം. ഈ പൈസ അയാളുടെ കയ്യിലില്ലെങ്കിൽ, എനിക്കറിയാം എൻ്റെ നാട്ടിൽ ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് കടം വന്ന് മൂടിയിട്ടുള്ള ഒരു സഹോദരൻ, അയാളെ ഷോപ്പിൽ ഒരു സാധനമില്ല, അയാൾക്ക് ഇറക്കാൻ പൂതിയില്ലാത്തത് കൊണ്ടല്ല, അയാളെ കയ്യിൽ പൈസ ഇല്ല. ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരെ സ്റ്റോക്ക് നിറക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അവർ മാനസികമായിട്ട് തകർന്നിട്ടുണ്ടാവും. വീട്ടിലേക്ക് അവർ ചെല്ലുമ്പോൾ ശരിക്കും ഒരുപാട് ആവശ്യങ്ങൾ കാത്തു നിൽക്കുകയാണ് വീട്ടിൽ. അവിടെ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും. സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ സ്കൂളിലുള്ള ഒരുപാട് ആവശ്യങ്ങൾ ഈ ഗൃഹനാഥനോടല്ലേ പറയുക അല്ലേ. വാഹനത്തിന് ഫീസ് കൊടുക്കണ്ടേ, സ്കൂളിൽ ഫീസ് കൊടുക്കണ്ടേ. അതുപോലെ ഓരോ ദിവസവും പുതിയ പുതിയ ആവശ്യങ്ങളാണ്. നമ്മുടെ ഭാര്യമാർ നമ്മളോട് പറയും, നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ആവശ്യങ്ങളും കുട്ടികൾ വന്ന് ചോദിക്കുക എന്നോടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ വേണം, ഈ പൈസ അല്ലെങ്കിൽ ഞാൻ എവിടുന്നാണ് കൊടുക്കുക? അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ടാലി ചെയ്ത് പോകണമെങ്കിൽ നമ്മളെല്ലാം അറിയണം എന്നാണ് ഞാൻ പറയുന്നത്. ചില ആളുകളുണ്ട് ഒന്നും അറിയില്ല. നമ്മൾ നിരീക്ഷിക്കുന്നത് കൊണ്ടും ആളുകളോട് സംസാരിക്കുന്നത് കൊണ്ടും ആളുകളെ കേൾക്കുന്നത് കൊണ്ടുമാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ചെവിയിലെത്തുന്നത്. അപ്പോൾ ഒരു നല്ല മുസ്ലിം ആരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന വിശ്വാസിയാണ് ജനങ്ങളുമായി ഇടപഴകി ജീവിക്കാത്ത വിശ്വാസിയേക്കാൾ അല്ലേ നല്ലതെന്ന്. എന്തിനാണ് പഠിപ്പിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വലിയ ആരോപണം തന്നെ എന്തായിരുന്നു? അത് അങ്ങാടി കൂടി നടക്കണമെന്നുള്ളതാണ്. അങ്ങാടി കൂടി നടക്കുന്ന ഒരാളാണോ പ്രവാചകൻ അല്ലേ? അള്ളാൻ്റെ റസൂൽ ജനങ്ങളുടെ ഇടയിലാണ് ജീവിച്ച്. അപ്പോൾ നമ്മളൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ആളുകളോട് പിരിവ് ചോദിക്കുമ്പോൾ അവർ ചെറിയ സംഖ്യ ആയിരിക്കും ചിലപ്പോൾ തരുന്നത്, പക്ഷേ ആ ചെറിയ സംഖ്യ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലാവസ്ഥ ഒന്നും നടക്കില്ല. നിങ്ങൾ ശരിക്കും ഒന്ന് കച്ചവടക്കാരോട് സംസാരിച്ച് അവർ പറഞ്ഞു തരും, ഒന്നും നടക്കില്ല. ഒന്നും നടക്കാത്തൊരവസ്ഥയിൽ അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ തന്നെ പ്രയാസത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ആകെ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ അധ്യാപകർക്കും അതുപോലുള്ള ജീവനക്കാർക്കും മാത്രമാണ്. അത് മാർക്കറ്റിൽ ഇറങ്ങുന്നത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ വലിയ പ്രയാസമില്ലാതെ പോകുന്നത്. പല സംരംഭങ്ങളും പരാജയപ്പെടുന്നു. ഒരുപാട് പീഡിക റൂമുകൾ വലിയ സംഖ്യ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാടക കെട്ടിടങ്ങൾ പലയിടത്തും കാലിയായി കിടക്കുകയാണ്. ഈ വാടകക്കാർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, വാടക ഒരു കുറച്ച് കൊടുക്കില്ല. വാടകക്കാർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം പെട്ടെന്ന് അവർക്ക് കിട്ടണം. വലിയ സംഖ്യ വാടക ചോദിക്കുമ്പോൾ ഒരു ചെറിയ റൂമിന് ദിവസവും 1000 രൂപ വാടക ചോദിക്കുമ്പോൾ ഈ 1000 രൂപ കച്ചവടക്കാരന് എവിടുന്ന് എടുത്തു കൊടുക്കുക? അത് നമ്മൾ ചിന്തിക്കണ്ടേ? ഇതൊക്കെ പലരും നമ്മളോടൊക്കെ പേഴ്സണലായി പറയണത് ഞങ്ങളോട് പറയണത്. അയാൾ ആ റൂംമേറ്റ് അവിടെ നിന്നോട്ടെ, ആരും അത് വാങ്ങൂല. അപ്പോൾ അവിടെ 1000 ഉള്ളത് ഒരു 800 അല്ലെങ്കിൽ 700 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വെറുതെ ഇരിക്കുന്നേക്കാളും നല്ലതല്ലേ 800 അത് ചിലവാകുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഉടമകളോട് സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അവരാ പ്രശ്നത്തിൻ്റെ നടുക്കയത്തിൽ ജീവിക്കുകയാണ്. അതാണ് അവർ മൂഡ് ഓഫ് ആവുന്നത്. എന്താ അവനക്കൊരു മിണ്ടാട്ടമില്ലാത്ത? സംഘടനാ മീറ്റിങ്ങിന് വിളിച്ചവൻ വരില്ല. ഓൻ്റെ കാര്യങ്ങൾക്ക് തന്നെ ആകെ ബേജാറായി നടക്കുകയാണ്. തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം കൊണ്ടു നടക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു മദ്രസയിലായിരിക്കും ആകെ ജോലി, ചിലപ്പോൾ ഒരു 3000, 4000, 5000 കിട്ടുന്നുണ്ടാവും. കുടുംബത്തിൻ്റെ ചിലവ് കൂടിയില്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അവർക്ക് വേറൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങളുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുള്ള ഓപ്ഷൻസ്, അതിനുള്ള പരിഹാരങ്ങൾ
സ്കില്ലുകൾ, സാധ്യതകൾ ഒരുപാടുണ്ട്. ഓൺലൈൻ മേഖലയിലൊക്കെ ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള അറിവുകൾ ഈ സാധാരണക്കാരായ ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അറിവുള്ള ആളുകൾ അറിവില്ലാത്ത ആളുകൾക്ക് ഇത്തരം അറിവുകൾ കൈമാറുക എന്നുള്ളത് ഒരു സദക്കയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും ഐഡിയാസ് ഉണ്ടാവില്ല. ഐഡിയാസ് ഉള്ള ഒരു ടീമുണ്ട്, അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. പക്ഷേ ഈ ചങ്ങാതിമാർക്ക് ഈ ഐഡിയാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ ഷൈൻ ചെയ്യാൻ പറ്റും. ബിസിനസ് ഫാമിലി ശരിക്ക് കച്ചവടക്കാർ കുടുംബങ്ങളാണ് ആദ്യം അവരെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. സമൂഹം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉപ്പ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്, ആ ബിസിനസ്സിലെ ലാഭവിഹിതം എത്രയാണ് ലഭിക്കുന്നത്, ബിസിനസ്സിൻ്റെ ഇപ്പോൾ വാട്ട് ഈസ് ദ പ്രസൻറ്റ് കണ്ടീഷൻ, എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ, കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ. പലപ്പോഴും മക്കളും അതുപോലെ തന്നെ ഫാമിലിയിലെ മറ്റു അംഗങ്ങളൊന്നും ഈ കാര്യങ്ങളിലൊന്നും ഇടപഴകുന്നില്ല എന്നതൊരു ദുഃഖസത്യമാണ്. അപ്പോൾ എന്നാൽ അമിതമായി ഇടവിട്ടേണ്ട നടക്കുന്ന സംവിധാനം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് എത്തരുത്. അഥവാ എന്താണ് വരുമാനത്തിൻ്റെ സ്രോതസ്, അത് നടക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ചില ആവശ്യങ്ങൾ ഒരു പക്ഷേ ആ ലിസ്റ്റിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും. കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലേ എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റും. വെറും ജോലി എടുക്കുന്നവർ മാത്രമല്ല, ഗവൺമെൻറ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ മാത്രമല്ല, ഇവിടെയുള്ള ഒരുപാട് തൊഴിലാളികളായ ആളുകളുണ്ട്, ബിസിനസ്സുകാരായ ആളുകളുണ്ട്, അതുപോലെ തന്നെ ഓഫീസർമാരായിട്ടുള്ള ആൾക്കാരുണ്ട്, മറ്റു പല സേവന വ്യവസ്ഥകളിൽ ജോലി ചെയ്യുന്ന ആൾ, ഇവരെല്ലാവരും കൂടുമ്പോഴാണ് ഒരു സമൂഹമായിട്ട് മാറുന്നത്. സമൂഹത്തിൻ്റെ ഓരോ തട്ടിലുള്ള ആളുകളുണ്ട്. അവിടെയൊക്കെ ബിസിനസ്സുകാരായ ആളുകളെ ഓരോ ആൾക്കാരും മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മാത്രമല്ല സാർ, എനിക്ക് പറയാനുള്ളത് ഈ ഓൺലൈൻ മോഡിൽ കൂടി നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാഭവിഹിതം നമ്മുടെ നാട്ടിലല്ല ഇറങ്ങുന്നത്. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പം എല്ലാവരുടെയും വീടുകളിലേക്ക് ഈ ഓൺലൈൻ ടീം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയണ്ടല്ലോ, ഒരു ബൈക്കോ ഒരു സ്കൂട്ടറോ ഉണ്ടെങ്കിൽ എല്ലാ വീട്ടുമുറ്റത്തും സ്ത്രീകൾ പ്രത്യേകിച്ച് അതിൻ്റെ ആളുകളാണ്. ഭർത്താക്കന്മാരറിയാതെ പല സാധനങ്ങളും ഒരു ഓർഡർ ചെയ്യുന്നുണ്ട്. സത്യമല്ലേ? പലതും ഓർഡർ ചെയ്യുന്നുണ്ട്. കാരണം ആമസോൺ എന്നുള്ള ഒരു ആപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ആ ഒരു സംവിധാനത്തിൽ കൂടി വീട്ടിലതെത്തും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണത് എന്താണെന്ന് വെച്ചാൽ അത് ലാഭമാണ് എന്നാണ്. ലാഭം ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ ഒരു നാടിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടാനുള്ള കാരണക്കാരായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? നമ്മളെ നാട്ടിൽ ഒരു 100 കച്ചവട സ്ഥാപനങ്ങളുണ്ടെങ്കിൽ നമ്മെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ആ കച്ചവടം അവിടെ തുടങ്ങിയത്. നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മലപ്പുറത്ത് പോയി. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു പ്രവാസിയായിട്ടുള്ള ഒരു സഹോദരൻ, ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് അവിടേക്ക് വന്ന് ഒരു അത്തറിൻ്റെ ഒരു കുപ്പി ഏറ്റാ വന്ന്, സാർ നിങ്ങളിത് വാങ്ങണം. സത്യത്തിൽ എനിക്ക് അത്തർ എൻ്റെ കയ്യിലുണ്ട്, വേണ്ട. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആ സഹോദരൻ്റെ വിഷമം, കാരണം എനിക്ക് വേറെ ജോലിയൊന്നും ചെയ്ത് ജീവിക്കാൻ പറ്റില്ല, അയാൾ ബെഗ് ചെയ്യലല്ലോ, ഇറക്കില്ലല്ലോ. ഞാനത് വാങ്ങി 80 രൂപ കൊടുത്ത്. ഞാൻ പറയണേ, ഇങ്ങനെ ആളുകൾക്ക് സഹായം ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ പറ്റും. പപ്പടം വിൽക്കുന്നവരുണ്ട് അല്ലേ? എൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച ഒരു സംഗതിയാണ്. പ്രായം ചെന്ന ഒരു ഹിന്ദു സഹോദരി ഒരു പെട്രോൾ പമ്പിൽ, അവർ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള സംരംഭകരുണ്ട്, കുടിൽ വ്യവസായം ചെയ്യുന്നവരുണ്ട്, കുടുംബശ്രീയുടെ ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങണം. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങുക എന്നുള്ളത്, മറ്റു വാങ്ങണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റും വാങ്ങുക, ഇതും വാങ്ങുക. നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാരെ നമ്മൾ അവഗണിക്കരുത്. ചിലപ്പോൾ ഒരു 10 രൂപ അവിടെ അധികമായിരിക്കും, എന്നാലും നമ്മളത് കൊടുക്കുമ്പോൾ അവിടെ ഒരു ബർക്കത്തുണ്ട്. ആ നാട്ടിൽ പണം ഒഴുകിയാൽ മാത്രമേ നമ്മൾക്ക് ജീവിതം ധന്യമാവുള്ളൂ. നേരെ മറിച്ച് ഇവിടെയുള്ള ജോലിക്കാർ മുഴുവൻ ബംഗാളികൾ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ, അവർക്ക് കിട്ടുന്ന പൈസ അവർ മൊത്തം ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. അത് ഇവിടെ അങ്ങുന്നില്ല. ഇന്ത്യയുടെ സാമ്പത്തിക സുസ്ഥിതി എന്തെന്നുള്ളത് നമ്മൾ അറിയണ്ടേ? ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വല്ല മണി മാനേജ്മെൻറ്റ് എന്താ നമുക്കറിയോ? മുമ്പൊരിക്കൽ എനിക്ക് തോന്നുന്നത് ആൻ്റണി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട്, അധ്യാപകരൊക്കെ കൂടി പണി മുടക്കിയപ്പോൾ ആളുകളൊക്കെ വലിയ സന്തോഷത്തിൽ, നിങ്ങൾക്കത് വേണം, കിട്ടേണ്ടതിനാണെന്ന്. ഓക്കെ, ഞങ്ങൾക്കത് വേണം, കിട്ടേണ്ടതിനാണ്. പക്ഷേ അതുകൊണ്ട് പട്ടിണി ആയതാരാ? ഇവിടെയുള്ള സാധാരണക്കാരാ. ഈ ശമ്പളം കിട്ടുമ്പോൾ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി 4-ാം തീയതി അത് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ്, അല്ലാതെ പുരയെ കൊണ്ടുപോയി വെക്കല്ലത്. ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഒന്ന് ചെയ്യുന്ന വേറൊന്നിന് വളമാണ്. ഒരു സോഷ്യൽ ഹ്യൂമൻ ബീങ്സാണ് നമ്മൾ അല്ല. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഷമീം സാറിന് തിടുക്കണ്ടേ, ഷമീം സാർ എന്നോട് ചോദിക്കും, ഞാൻ തരും. അപ്പോൾ നിങ്ങളെ ആവശ്യം പൂർത്തീകരിക്കും. എനിക്കൊരാവശ്യമുണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞങ്ങളോട് ചോദിക്കും, എനിക്ക് നിങ്ങൾ തരും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിന് പണം വേണ്ടേ?
രണ്ടാമത്തെ നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാർ, ഒരു പച്ചക്കറി കടക്കാരൻ രാവിലെ സുബൈൻ്റെ സമയത്ത് നിസ്കാരം കഴിഞ്ഞ് മൂപ്പരെ പച്ചക്കറി കടയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് അയാളുടെ കുടുംബം തീരുന്നത്. അത് വേണ്ടാന്നുള്ളതാണോ നമ്മളെല്ലാവരും ഹൈപ്പർ മാർക്കറ്റിലേക്ക് എല്ലാവരും പോയി കഴിഞ്ഞാൽ ഈ സാധുക്കളായിട്ടുള്ള ചെറിയ കച്ചവടക്കാർ, റീറ്റെയിൽ കച്ചവടക്കാർ പട്ടിണിയിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശബ്ദിക്കേണ്ട ഒരു വിഷയമാണത്. ഇന്നെ വല്ലാതെ അലോസരപ്പെടുത്തിയ ഒരു ചിന്തയാണിത്. എല്ലാവരും ജീവിക്കണം. നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ, എല്ലാവരും ജീവിക്കണം. നമ്മൾ സന്തോഷിക്കുന്നുണ്ട്, എല്ലാവരും സന്തോഷിക്കണം. ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വന്നാൽ ഖിനൻ നഫ്സ് എന്നുള്ളത് വരും. കുറേ മനസ്സിൻ്റെ ടെൻഷൻസ് പോകാനുള്ള വഴി അതാണ്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് വിചാരിച്ച് നമ്മൾ നടക്കുമ്പോൾ ഒന്നും നേരാവില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോഴാണല്ലോ അല്ലേ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങളുടെ കൈ കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയേക്കാളും ശ്രേഷ്ഠമായതെന്ന് പറയുമ്പോൾ അതിൻ്റെ മനഃശാസ്ത്രം അതാണ്. കച്ചവടക്കാരെ നമ്മൾ അറിയണം. അതെ, നമ്മുടെ നാട്ടിലേക്ക് കച്ചവടക്കാർ, ചെറുകിടക്കാരായ ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുന്നിലേക്ക് പല പ്രോഡക്റ്റുകളുമായി വരുന്ന നമ്മുടെ നാട്ടിലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അതൊരു പക്ഷേ പപ്പടമാവാം, അച്ചാറുകളാവാം, ഉണ്ണിയപ്പമാവാം, അങ്ങനെയുള്ള പല സാധനം. സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞ സമയത്താണ് നമ്മൾ ആലോചിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത സാധനവും, പക്ഷെ ആ വന്ന ആളിൻ്റെ ഒരു മുഖം നോക്കുമ്പോൾ ഒട്ടും അവഗണിക്കാൻ നമുക്ക് തോന്നാറില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ആവശ്യമില്ലെങ്കിൽ പോലും ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങേണ്ടി എന്ന് പറഞ്ഞാൽ അതൊരു അവർക്കൊരാശ്വാസമാണ്, നമുക്കൊരു വലിയ നഷ്ടമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു മനസ്ഥിതി ഇന്ന് കച്ചവടക്കാരോട്, പ്രത്യേകിച്ചും നമ്മുടെ നാടുകളിലും നമ്മുടെ പരിസരങ്ങളിലുമൊക്കെ ഉള്ള കച്ചവടക്കാരോട് നമ്മൾ നന്നായി പുലർത്തണമെന്നാണ് അടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സർ, വേറെയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരൊക്കെ അനുഭവിക്കുന്നില്ലേ? ഉണ്ട്. ഈ സാമ്പത്തിക മാന്ദ്യം ഒരു വിഷയം തന്നെയാണ്. പിന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ ഒരു മാന്ദ്യത്തിലാണ്, ഇല്ലയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലേ. ഇവിടെ ഭൂമി കച്ചവടം അത് നടന്നാലാണ് പൈസ ഇറങ്ങുക. അതുപോലെ പലതരം കച്ചവടങ്ങളുണ്ട്. ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, പലർക്കും പേടി അല്ലേ. അതൊരു വലിയ വിഷയമാണ്. കാരണം എല്ലാറ്റിനും കണക്ക് ബോധിപ്പിക്കണം. ഈ കണക്ക് ബോധിപ്പിക്കാം, കുഴപ്പമില്ല. എന്നാൽ കണക്ക് ബോധിപ്പിക്കാത്ത കുറേ ആളുകളുണ്ട് അല്ലേ. കണക്ക് കൃത്യമായി കൊടുക്കുന്നവരാണ് അധ്യാപകരെ പോലെയുള്ള സർക്കാർ ജീവനക്കാർ. എന്നാൽ കള്ളക്കണക്ക് കാണിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. കണക്കിൽ പെടാത്ത വരുമാനമായിട്ട് ജീവിക്കുന്നവരുണ്ട് അല്ലേ. ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത്, ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തുള്ള നികുതി സംവിധാനങ്ങൾ അത് ആ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് അല്ലെങ്കിൽ സംരക്ഷണത്തിന് അനിവാര്യമാണ്. അത് നമ്മൾ പാലിച്ചേ പറ്റൂ. അപ്പോൾ അത് വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന ഒരു രീതി നമ്മൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് കപ്പലിൽ ഓട്ടമുണ്ടാക്കുന്ന പണിയാണ് നമ്മൾ ചെയ്യുന്നത്. അതെല്ലാവരും ബാധിക്കും. അപ്പോൾ മാന്ദ്യം എന്നുള്ളൊരു സുപ്രഭാതത്തിലുണ്ടായ പ്രോസസ്സല്ല. പലരും പലതും മറച്ചു വെച്ചതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ബോധവൽക്കരണങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു വിഭാഗം മാത്രം നികുതിപ്പണം കൊടുക്കുക, ഒരു വിഭാഗം അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റുക, അത് പാടില്ല. നികുതി കൊടുക്കുമ്പോൾ അവരുടെ സ്രോതസ് അനുസരിച്ച്, അവരുടെ വരുമാനം അനുസരിച്ച് പഞ്ചായത്തിനാണെങ്കിലും സർക്കാരിനാണെങ്കിലും ആ സംവിധാനങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ സർക്കാർ ഖജനാവിലേക്ക് പൈസ ഉണ്ടാവില്ല. സർക്കാരിൻ്റെ ഖജനാവിൽ പൈസ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങൾ മുന്നോട്ട് കൊള്ളും. അപ്പോൾ നമുക്ക് അവിടെ വേറെ പറയാനുണ്ട്, അവിടെ അഴിമതിയുണ്ട്, അവിടെ കട്ട് മുടിക്കുന്നുണ്ട്, അതിന് ഉത്തരവാദി അവരാണ്, അത് നമ്മൾ ബാധ്യത അല്ല അല്ലേ. ഓരോരുത്തരെയും ഒറ്റക്കൊറ്റക്കല്ല വിചാരണ. ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ പാലിച്ചിട്ടില്ല എന്ന് എന്നോട് ചോദിക്കും. ആ രാജ്യത്തിന് എതിരിൽ ഞാൻ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. കാരണം എല്ലാവരും അടങ്ങുന്ന ഒരു രാജ്യമാണിത്. അപ്പം ഞാനൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുവിന് അത് ബാധിക്കുന്നുണ്ട്, ക്രിസ്ത്യാനിക്ക് ബാധിക്കുന്നുണ്ട്, സിഖുകാരന് ബാധിക്കുന്നുണ്ട്. എല്ലാവരെയും നമ്മൾ മുഖവിലക്കെടുക്കണം. അതായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കപ്പലിന് ഓട്ടം ഉണ്ടാക്കുന്ന ഉപമ പറഞ്ഞത്. താഴെ തട്ടിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് കപ്പലിന് ഓട്ടം ഉണ്ടാക്കാം, പക്ഷെ മുങ്ങി നശിക്കുക ഒന്നിച്ചാണല്ലോ. പിന്നെ ഈ കിട്ടുന്ന പണത്തിന് സ്വതക്ക കൊടുക്കുക എന്നുള്ളതും സക്കാത്ത് കൊടുക്കുക എന്നുള്ളതും കച്ചവടക്കാരും ശ്രദ്ധിക്കണം. കുറേ കച്ചവടക്കാരുണ്ട്, നല്ല വരുമാനം ഉണ്ടായ സമയത്തൊക്കെ ദൂർത്തടിച്ചവർ ജീവിച്ചു. അവർ എന്ത് ചെയ്തില്ല, സേവ് ചെയ്തില്ല. സേവിങ് എന്നുള്ള ഒരു കൾച്ചറിലേക്ക് കച്ചവടക്കാർ വരണം, നമ്മളും വരണം. ഇപ്പോൾ കോവിഡ് വന്ന സമയത്താണ് നമ്മൾ കൂടുതൽ ജാഗ്രത കാണിച്ച്. കാരണം ലിക്വിഡ് മണി നമ്മളെ കയ്യിലില്ലാതെ പോയി. ശരിയല്ല സർ? അപ്പോൾ നമ്മൾ സമ്പാദ്യശീലം എല്ലാവരും പഠിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഇപ്പോൾ പെട്ടെന്നൊരു എമർജൻസി വന്നു, ഹോസ്പിറ്റൽ കേസ് വന്നു, ലിക്വിഡ് മണി ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ? അപ്പോൾ ചില പൈസ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ എടുത്തു വെക്കണം.
അത് വീട്ടിലൊക്കെ പണ്ടത്തെ ആളുകൾ ചെയ്തിരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ടവലിലൊക്കെ ആക്കി അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കീസിലാക്കിയിട്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് അവിടെയും ഇവിടെയും വെക്കും ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ സിസ്റ്റം അല്ല, നമ്മളുള്ളത് മുഴുവൻ എന്ത് ചെയ്യാണ്, വിത്തിന് വെച്ച വിത്ത് പോലും എടുത്ത് തിന്നാണ്. പിന്നെ ആളുകളുടെ മുമ്പിൽ കൈ നീട്ടുകയാണ്. വരുമാനം ഇല്ലാത്തത് കൊണ്ടല്ല, വരുമാനം കിട്ടുന്നതിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ല് കൂടി. സാമ്പത്തിക മാനേജ്മെൻറ്റ് അതൊരു പഠനശാസ്ത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സിലബസിലും നമുക്കത് പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നുണ്ടോ? ഒരു 100 റുപ്യ കുട്ടിയുടെ കയ്യിൽ കിട്ടിയാൽ 100 ചിലവഴിക്കുകയാണ്. ആ കുട്ടിയോട് പറഞ്ഞോളൂ 20 നീ സമ്പാദിക്കണം. ആ ഒരു സമ്പാദ്യശീലം പണ്ടൊക്കെ സഞ്ചയിക്കുക എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഇപ്പോൾ ഉണ്ടോ സാർ? വർക്കിംഗ് അല്ല. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള സമ്പാദ്യശീലങ്ങൾ നമ്മൾ ശീലിപ്പിക്കേണ്ട കാര്യമാണ്. കച്ചവടക്കാരെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സമ്പാദ്യം എന്നുള്ളത് അല്ലേ, ആ പണ്ട് എന്തായാലും പറയാ തൊണ്ട് എന്നൊക്കെ പറയും അല്ലേ, കുറ്റി. അതൊരു നല്ല സിസ്റ്റമാണ്. സമ്പാദിക്കാൻ കുട്ടികൾ പഠിക്കണം. എന്നിട്ട് ഒരിക്കൽ കണ്ടില്ലേ, ഒരു കുട്ടി പിന്നെ ഉപ്പക്ക് ഒരു കീയിൽ നിറക്ക് പൈസ ഉണ്ടായിട്ട് എന്തോന്ന് വാങ്ങിക്കൊടുത്തൊരു കഥ വായിച്ചു ഞാൻ. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്കറ്റോ കഴിഞ്ഞ നമ്മളെ പീസ് റേഡിയോ കോഴ്സ് ലോഞ്ചിങ്ങിൻ്റെ കോൺഫറൻസ് പാണ്ടിക്കാട് വെച്ച് നടക്കുമ്പോൾ ഒരു കുട്ടി, അതും ഒരു ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി, അവൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ പീസ് റേഡിയോക്കാണ് ആ ഒരു കുറ്റി അവിടെ നിന്ന് സമ്മാനിച്ചത്. അപ്പോൾ സമ്പാദ്യം ശീലമാണ്, മാത്രമല്ല അത് എന്തിനു വിനിയോഗിക്കുന്നു. സ്വാഭാവികമായിട്ട് നോർമലി ഇപ്പോൾ ഉള്ള കുട്ടികളെ ചെയ്യുക, എത്രയെങ്കിലും ചെറിയ സംഖ്യ എന്ന് എടുക്കാൻ പറ്റുന്ന സംഖ്യ ആയിക്കഴിഞ്ഞാൽ അവരെ മനസ്സിൽ വരുന്നത് അവരുടേതായ കുറേ സ്വപ്നങ്ങളാണ്. അവർ വാങ്ങിക്കഴിക്കുന്ന ഫുഡാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി നന്നായിട്ട് കഴിക്കണതാവാം, അതല്ലെങ്കിൽ ബോയ്സൊക്കെ ആണെങ്കിൽ, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ സൈക്കിൾ പോലെയുള്ള വസ്തുക്കൾ, പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഓർണമെൻറ്റ്സ്, ആ രൂപത്തിലൊക്കെയാണ്. അപ്പോൾ സമ്പാദ്യശീലം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യേണ്ട വലിയൊരു മേഖല തന്നെയാണ്. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കുറഞ്ഞു വരുന്നൊരു കാര്യം കൂടി തന്നെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നത്. വലിയൊരു പാഠശാല തന്നെയാണ്. വരുമാനത്തിനനുസരിച്ച് ഇന്ന് ക്രെഡിറ്റ് കാർഡുകളുടെ കൂമ്പാരമാണ് അല്ലേ. ഓരോ ആൾക്കാർക്കും എത്രയോ തങ്ങൾക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ് ക്രെഡിറ്റിൻ്റെ അഥവാ കടത്തിൻ്റെ ലോണുകളുടെയൊക്കെ അവസ്ഥ എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, EMI വ്യവസ്ഥയിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ വാങ്ങിക്കൂട്ടുന്നു. അവസാനം ഓരോ മാസവും അടക്കാൻ കഴിയുന്നതിൻ്റെയും അപ്പുറം നമ്മുടെ എമൗണ്ടുകൾ വരുന്നു, കടക്കണിയിലാകപ്പെടുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നു, വരുമാനം പോലും നിലച്ചു പോകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വരുമാനം എത്രയാണ്, അത് മാക്സിമം എത്ര ലഭിക്കും ഓരോ മാസവും, അതിൻ്റെ ഒരു നിശ്ചിത വിഹിതം വെച്ചിട്ടാവണം ഓരോ കാര്യങ്ങളും. അതിൽ ദൈനംദിന കാര്യങ്ങൾക്ക് ബജറ്റ് വേണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു സേവിങ്, അതിൽ നിന്നൊരു വിഹിതം വേണം. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വിഹിതം അവിടെ മാറ്റിവെക്കണം. നമ്മുടെ നാട്ടിലെ നല്ല ഒരുപാട് സംരംഭങ്ങളുണ്ടാവും, ആ സംരംഭങ്ങൾക്ക് അതിലൊരു വിഹിതം വേണം. അവിടെ ഒന്ന് പറയാനുള്ള എന്താ അറിയോ, ഒരാൾ പിന്നെ ചില കച്ചവടക്കാർക്കുള്ളൊരു ട്രെൻഡാണ്, ഒരു പാവപ്പെട്ട ഒരാൾ വന്നിട്ട് എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുക. ചില കച്ചവടക്കാർ വളരെ കൃത്യമായിട്ട് 1 രൂപയാണെങ്കിൽ 1 രൂപ വളരെ മാന്യമായി, ഞാൻ 1 രൂപ എന്നുള്ളൊരു സാങ്കല്പികമായിട്ട് പറയാണ്, വളരെ സന്തോഷത്തോടു കൂടി തൃപ്തിപ്പെട്ട്. കാരണം ഒരു ദിവസം ശരാശരി എത്ര ആളുകൾ ഇങ്ങനെ ചോദിച്ചു വരുന്ന അവർക്കൊരു കണക്കറിയാം, അതവർ നീക്കി വെക്കും. അതിൽ അള്ളാഹു ഖൈറ് നൽകും, ബർക്കത്ത് ചെയ്യും. ചില ആളുകൾ മുഖം കൂട്ടിയിട്ട് ഏത് നേരം ഇത് തന്നെയാണോ. സത്യത്തിൽ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയാണ്, നിർബന്ധമുള്ള സംഗതിയാണ്. മസായില ഫലാ തൻഹർന്നുള്ള ആയത്തിൻ്റെ അധ്യാപനം അതാണല്ലോ. ചോദിച്ച് അനാവശ്യമായി പോകാൻ പാടില്ല എന്നുള്ളത് വേറെ അധ്യാപനമുണ്ട്. പക്ഷെ ഒരാൾ ചോദിച്ച് വന്നാൽ അവരെ ആട്ടി അകറ്റാൻ പാടില്ല, അവരെ നമ്മൾ റിസീവ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നല്ല വാക്കെങ്കിലും പറയണം, പുഞ്ചിരിക്കണം. അപ്പം ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. ഇയാൾ സാമ്പത്തിക ക്രൈസിസിലായിരിക്കും, പക്ഷേ ഈ സാമ്പത്തിക ക്രൈസിസിലാണെങ്കിലും പ്രയാസമുള്ള ഘട്ടത്തിൽ ഒരു 10 റുപ്യ കൊടുക്കുന്നതിന് അള്ളാൻ്റെ അടുത്ത് അതിനേക്കാളും വലിയ പ്രതിഫലമുണ്ട്. അത് വിശ്വാസികളുടെ ഗുണമായിട്ട് എണ്ണിയത് തന്നെ എന്താണ്, പ്രയാസഘട്ടത്തിലും സന്തോഷത്തിലും അവരെന്ത് ചെയ്യും, അവർ ചെയ്യും. ഇപ്പോൾ ഒരു കാലത്ത് നല്ല ബിസിനസ് നടന്നിരുന്നു, അന്നൊക്കെ നന്നായിട്ട് സദക്ക കൊടുത്തിരുന്നു. ഇപ്പോൾ ഒക്കെ ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വഴിക്കന്നെ പോകാത്തവരുണ്ട്, എന്നും ആ കാരണം പറയുന്നവരുണ്ട്. അപ്പം അങ്ങനെ എന്നും ഇല്ലായ്മപ്പാട്ട് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതേപോലെ ആക്കിക്കളയും. ഇത് നമ്മളെപ്പോഴും കരുതേണ്ട ഒരു സംഗതിയാണ്. റിച്ച്നെസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഓക്കെ ആയാൽ ഓക്കെ, ഒരാളോടും പറയാം എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഞാൻ അള്ളാഹിനോട് പറയും, ഒരു സൃഷ്ടിയോടും പറയില്ല. ഞാനുള്ളതിൽ തൃപ്തനാണ്,
പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കച്ചവടം നടക്കില്ല, വരുമാനമൊന്നുമില്ല, എന്നാലും ആര് ചോദിച്ചാലും ഉഷാറാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ആ പരീക്ഷണഘട്ടം നല്ല രൂപത്തിൽ തരണം ചെയ്യാനുള്ള ആഫിയത്ത് തരും, ഉറപ്പാണ്. എപ്പോഴും നമുക്ക് ധന്യതാഭാവമാണ് ആ രൂപത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അള്ളാഹ് ചെയ്ത നിഅമത്തിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. പ്രയാസമുള്ളത് എല്ലാവരോടും പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ആരെങ്കിലും പരിഹരിക്കുമോ? അള്ളാഹിനോട് പറഞ്ഞാൽ പരിഹരിക്കും. അതുകൊണ്ട് നമുക്ക് ചരിത്രത്തിലൊക്കെ പാടല്ല സർ, അല്ലേ? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പാടൊക്കെ സത്യത്തിൽ ആ പ്രവാചകൻ ആ 2 മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ മാനസിക വ്യത എത്ര വലുതാണ്. ആ വ്യതൊക്കെ അദ്ദേഹം പറയുന്നത് ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നിയിലല്ല, എൻ്റെ സ്വകാര്യ ദുഃഖവും വിഷമമൊക്കെ ഞാൻ അള്ളാഹിനോട്. അദ്ദേഹത്തിന് എന്തോ വഹീൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ മക്കൾ തന്നെ ചീറ്റ് ചെയ്യാമെന്ന് ബോധ്യമായിട്ടുണ്ടാവും, അല്ലേ? എന്നിട്ടും അദ്ദേഹം ക്ഷമ അവലംബിക്കുന്നുണ്ട്. ഇതന്നെയാണ് കച്ചവടക്കാരും ചെയ്യേണ്ടത്. പ്രശ്നമില്ലാത്ത ആരുമില്ല. ലോകത്തെ എല്ലാ ആളുകൾക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ സഹിക്കുന്ന, ക്ലേശങ്ങൾ സഹിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. ഇപ്പോൾ സാക്ഷാൽ വലിയ കോടീശ്വരന്മാരായ ആളുകളോട് നമ്മൾ പോയി ചോദിച്ചാൽ ഓർക്കും പ്രശ്നങ്ങളുണ്ട്. പൈസ ചിലപ്പോൾ അവർക്കുണ്ടായിരിക്കാം, പക്ഷേ പ്രശ്നങ്ങൾ അവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ അവിടെ അതൊരു വലിയ ഗുണപാഠമാണ്. ചോദിച്ചു വരുന്നവനെ അട്ടി അകറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്ത ആയത്തിൽ തന്നെ പറയുന്നത് നീ അള്ളാഹു നിനക്ക് നൽകിയ നിയമത്തിനെ കുറിച്ച് നീ സംസാരിക്കണമെന്നാണ്. നോക്കൂ, എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളത്. എത്ര പ്രയാസത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കഴിക്കുന്ന ഭക്ഷണം അത് ദഹിക്കുന്നില്ലേ? വെള്ളം കുടിക്കാൻ നിഷ്പ്രയാസം നമുക്ക് സാധിക്കുന്നില്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാൻ നമുക്ക് സാധിക്കുന്നില്ലേ? അതൊരു പക്ഷേ വാങ്ങാൻ നമുക്ക് കഴിയുന്നില്ലേ? എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിലെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരുപാടാണ്. അപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന രൂപത്തിലാണ് പലപ്പോഴും പറയാറുള്ളത്. സർ, അതിൽ കുറേ അനുഗ്രഹങ്ങൾ അള്ളാഹ് തടയാനുള്ള കാരണം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ഒരു സംഗതി ഞെട്ടിക്കൽ ബിരിയാണി. സത്യത്തിൽ ഈ ഭക്ഷണത്തോടുള്ളൊരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഫലസ്തീനിലൊക്കെ ഉള്ള കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ നമ്മുടെ ആളുകൾ, മുസ്ലിം ഉമ്മത്തിലെ ആളുകളാണ് ഇതിലൊക്കെ മുന്നിൽ. എന്നിട്ട് അതിന് ചൂട്ടുപിടിക്കാൻ കുറച്ച് സ്ത്രീകളും, എന്നിട്ട് അവർ തമാശയാക്കിയിട്ട് അങ്ങനെ ചിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ ലജ്ജ തോന്നുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തന്ന ഭക്ഷണം അതിനെ നമ്മൾ ആദരിക്കേണ്ടേ? എത്ര വലിയ റെസ്പെക്റ്റാണ് ഫുഡിനോട് നമ്മൾ കാണിക്കേണ്ടത്, അല്ലേ? ആ ഫുഡ് അള്ളാഹ് തടഞ്ഞിട്ട് ആരെ നമുക്കത് കൊണ്ടുതരിക? അപ്പോൾ ഈ ട്രെൻഡിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ട്രെൻഡ് സെറ്റേഴ്സായിട്ട് നമ്മൾ മാറാതെ നല്ല ട്രെൻഡുകൾ നമ്മൾ ഉണ്ടാക്കണം. നല്ല ട്രെൻഡുകളെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. മുസ്ലിം ഉമ്മത്ത് അങ്ങനെയുള്ള മോശപ്പെട്ട ട്രെൻഡിലേക്ക് പോകുമ്പോൾ അവരെ തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? കാരണം റസൂലിൻ്റെ സുന്നത്ത് എന്നുള്ളത് ജീവിതം മുഴുക്കെ പരമാവധി നമ്മൾ കൊണ്ടു നടക്കാൻ ബാധ്യസ്ഥരല്ലേ? അപ്പോൾ നമ്മൾക്ക് കുറേ അപജയങ്ങളും ഒരുപാട് നഷ്ടങ്ങളും സാമ്പത്തിക മാന്ദ്യങ്ങളൊക്കെ ഉണ്ടായത് നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ്, അല്ലേ? സക്കാത്തിൻ്റെ ഞാൻ പറഞ്ഞു, സക്കാത്ത് കൃത്യമായിട്ട് നിർണിതമായി 2.5% അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 10%, ഓരോന്നിനും ഓരോ കണക്കുണ്ട്. മിനിമം 2.5 കൊടുക്കണ്ടേ? അത് ആ കച്ചവടം കിട്ടിയ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമായിരുന്നു. അത് ആ സമയത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. സദക്ക എന്നുള്ളത് സുലഭമായി നമ്മൾ കൊടുക്കേണ്ട, ഇത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ കുറേ പ്രയാസങ്ങൾ അള്ളാഹു അത് മുഖേന മാറ്റിമറിക്കും. അപ്പോൾ നമ്മുടെ ബാധ്യത നിർവഹിക്കുന്നതിൽ നമ്മൾക്ക് ഒരുപാട് അപാകത വന്നിട്ടുണ്ട്. അത് കച്ചവടക്കാർ ശ്രദ്ധിക്കണം. സത്യത്തിൽ ഈ മുഷ്കിലാത്തുകൾ, ബുദ്ധിമുട്ടുകൾ തരുന്ന എന്താണ്? അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തിനെ കുറിച്ച് ഓർക്കാനും നന്ദി കാണിക്കാനും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനുമാണ്. അപ്പോൾ ആ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും, ഉറപ്പായിട്ടും മാറ്റും. പക്ഷേ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് കച്ചവടക്കാർക്ക് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് നിയമങ്ങൾ, ഓരോ ദിവസവും പുതിയ പുതിയ നിയമങ്ങൾ വരികയാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ നയങ്ങളും നിയമങ്ങളൊക്കെ വരുമ്പോൾ അതിലൊക്കെ കഷ്ടപ്പെടുന്നത് കച്ചവടക്കാരാണ്. അവർക്ക് ടാലി ചെയ്യാൻ പറ്റില്ല, അവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് നമ്മൾ പെരുമാറണം എന്നുള്ളതാണ് സ്നേഹക്കൂടിന് പറയാനുള്ളത്. സ്നേഹക്കൂട് എന്നും ചർച്ച ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ്. സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ആളുകളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പല വിഷയങ്ങളും നമ്മൾ ചർച്ചയ്ക്കെടുക്കാറുള്ളത്. ഇന്നത്തെ വിഷയം അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. നമ്മളൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട, അതിലുപരി കൂടെ ചേർക്കേണ്ട, കൂടി പിടിക്കേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ. ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ എന്താണ്, അവർക്ക് നമ്മളെക്കൊണ്ട് എന്താണ് അവർ ആഗ്രഹിക്കുന്നത്,
അവരൊരു പക്ഷേ നമ്മളൊരു വലിയ സംഖ്യ അവർക്ക് കൊടുക്കണമെന്നല്ല, അവരുടെ ഒരു ബിസിനസ്സിൽ നമ്മളെ കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പരസ്പരം കണ്ടറിഞ്ഞും സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്. ഇത് പറയുമ്പോൾ ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ തോന്നുന്നു. പിന്നെ ഒരു സഹോദരൻ, നമ്മളെ കണ്ണൂർ ജില്ലയിലെ ഒരു സഹോദരൻ, അവരുടെ പള്ളിയിലേക്ക് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് വേണ്ടിയിട്ട് സ്നാക്സ് എല്ലാ ദിവസവും വാങ്ങാറുണ്ടെന്നാണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങുന്ന സമയത്ത് ഒരു ഹൈന്ദവ സഹോദരൻ ഉണ്ടാക്കുന്ന പിന്നെ കടയിൽ നിന്നും വാങ്ങും, പല കടകളിൽ നിന്നും വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് കുറച്ചപ്പുറത്തുള്ളൊരു സഹോദരൻ്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, ഇന്ന് പിന്നെ എൻ്റെ കടയിൽ നിന്ന് ഇവിടെയുള്ള ആളുകളൊക്കെ ഒരുപാട് വാങ്ങിച്ചു പോയിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യണം, അപ്പുറത്ത് നമ്മുടെ ഹൈന്ദവ സഹോദരൻ്റെ കടയുണ്ട്, ഇന്ന് നിർബന്ധമായിട്ട് അവിടുന്ന് അവൻ്റെ അടുത്തേക്ക് ഒരു പക്ഷേ ആരും പോകണമെന്നില്ല, അവിടെ അത് ബാക്കിയായാൽ ഏറെ പ്രയാസമാണ്, എൻ്റേത് ബാക്കിയായാൽ നമുക്ക് വേണമെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടുവരല്ലോ. ഒരു ചേർത്ത് പിടിക്കലാണത്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മാലിക് ബിൻ ദീനാറും സംഘവും ഒക്കെ കേരളത്തിൽ വന്ന സമയത്തില്ല കച്ചവട ആവശ്യാർത്ഥം കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീമിലുണ്ടായിരുന്ന ആളുകൾ അവർക്ക് കിട്ടുന്ന ആ ഒരു മാന്യതയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കച്ചവടം നടത്തുന്നത്. അപ്പോൾ പലപ്പോഴും ആളുകളെല്ലാവരും അവരുടെ കടയിലേക്ക് ഓടിയെത്തുന്നൊരു സാഹചര്യം വന്നപ്പോൾ ഇവർ ഷട്ടർ താത്തണം. കാരണം അപ്പുറത്ത് ഇവിടെ മുമ്പേ ഉള്ള ഒരുപാട് സാധുക്കളായ കച്ചവടക്കാരുണ്ട്, അവരുടെ കച്ചവടം പൂട്ടാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വന്നത്, സ്വാഭാവികമായിട്ടും അവരെ കൂടെ വളർത്താൻ വേണ്ടിയാണ്. ഇതൊരു വലിയൊരു മൈൻഡ് സെറ്റാണ്. അത് സാർ എന്താ അറിയോ, നമ്മളെപ്പോഴും അറിയേണ്ട എന്താ അറിയോ, എല്ലാവർക്കും എല്ലാം കിട്ടണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. അപ്പോൾ സത്യത്തിൽ നമ്മൾക്ക് സമാധാനം അല്ല തരും. അല്ലാതെ എൻ്റെ കുടുംബം മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ, അവനും അവൻ്റെ കുടുംബമല്ലേ, ഭാര്യയല്ലേ, മക്കളില്ലേ, ആ ഒരു മൈൻഡ് സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഹിന്ദു മുസ്ലിം എന്നുള്ള വ്യത്യാസമല്ല, വയറ്റിൽ പോയപ്പോൾ എല്ലാവർക്കും ഈക്വൽ അല്ലേ. അല്ല, നമ്മുടെ അയൽവാസിയായി നിൽക്കുന്നത് രാധിക ചേച്ചിയാണെങ്കിൽ അവർ പട്ടിണി കിടക്കുമ്പോൾ അവരെ തീറ്റിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനവും അതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ മാതൃക കാണിക്കണം. ഏറ്റവും വലിയ മാതൃക നമുക്ക് പ്രവാചകനാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയെ നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. അത് തന്നെയാണ് പറയാനുള്ളത്. ജാതിയുടെയോ മതത്തിൻ്റെയോ അതല്ലെങ്കിൽ വേറെ എന്തിൻ്റെയോ ഒക്കെ വേർതിരിവിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കാനും കലഹിക്കാനും അല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. മറിച്ച് അവിടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയൊക്കെയാണ്, പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ മേഖലയിലൊക്കെ പരമാവധി ഏതൊക്കെ കാര്യങ്ങളിൽ ഒന്നിക്കാൻ സാധിക്കും അത്രയും കാര്യങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ മേഖലയിലും നമുക്ക് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ ബിസിനസ് രംഗത്തുള്ള സഹോദരന്മാരെക്കുറിച്ച് തിരിച്ചറിയണമെന്നാണ് ഒരിക്കൽ കൂടെ സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും ഇനിയും ഇതുപോലെയുള്ള പല വിഷയങ്ങളൊക്കെ ഇട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. ചില അനുഭവങ്ങളാണ് നമുക്ക് ഇതിലൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള അനുഭവങ്ങളാണ് മറ്റു പല മേഖലയിലൊക്കെ നമുക്ക് എത്തിച്ചേരാനും സഹായിക്കാറുള്ളത്. ഇന്നും നമ്മളോടൊപ്പം ഈ ഒരു ചർച്ചയിൽ പങ്കുചേർന്ന സഹസറിനുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ വേണം. അതോടൊപ്പം തന്നെ പീസ് റേഡിയോ സംവിധാനങ്ങളെക്കുറിച്ച് അറിയണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.